ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വരൂ, നിങ്ങളുടെ സെലിബ്രിറ്റിയെ കണ്ടെത്തൂ. ഗ്ലോബസ് ഫാഷൻ സെലിബ്രേറ്റ് യു. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മഴ മാറി നിന്ന അന്തരീക്ഷത്തിൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. നവാഗതരെ പ്രവേശനോത്സവത്തോടെയാണ് സ്വീകരിച്ചത്. കുരുന്നുകൾക്ക് ബാഗും പുസ്തകവും അടക്കമുള്ള പഠനോപകരണങ്ങളും മിക്ക വിദ്യാലയത്തിലും നൽകി. നവാഗതർക്ക് ആശംസയും തുടർച്ചക്കാർക്ക് വിജയവും ആശംസിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. കളിചിരികൾ പിന്നിട്ട അവധിക്കാലം കഴിഞ്ഞ് കുരുന്നുകൾ അക്ഷരമുറ്റത്തെത്തി. പ്രവേശനോത്സവത്തോടെ കുരുന്നുകളെ സ്വീകരിച്ചു. ജൂൺ 5 മുതൽ കേരള സംസ്ഥാന വിദേശ മദ്യ വ്യവസായ തൊഴിലാളി സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കും. വികലാംഗ കോർപ്പറേഷൻ ഫണ്ടും MLA ഫണ്ടും ഉപയോഗിച്ച് കൂടുതൽ പേർക്ക് സൌകര്യപ്രദമാകുന്ന രീതിയിലുള്ള വികലാംഗ വാഹനങ്ങൾ വിതരണം ചെയ്യാനുള്ള ഉത്തരവ് പുറത്തിറങ്ങിയതായി സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ. വിശദമായ വാർത്തകളിലേക്ക്. കളിചിരികൾ പിന്നിട്ട അവധിക്കാലം കഴിഞ്ഞ് കുരുന്നുകൾ അക്ഷരമുറ്റത്തെത്തി. പ്രവേശനോത്സവത്തോടെയാണ് ആദ്യാക്ഷരം നുണയാനെത്തിയ കുട്ടികളെ സ്വീകരിച്ചത്. ജില്ലാതല ഉദ്ഘാടനം മേളറ്റിൽ GMUP സ്കൂളിൽ മന്ത്രി MK മുനീർ നിർവഹിച്ചു. അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ കുരുന്നുകൾ വിദ്യാലയമുറ്റത്തേക്ക് എത്തിത്തുടങ്ങി. നവാഗതരെ വരവേൽക്കാൻ ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളും നേരത്തെ ഒരുങ്ങി. വർണ്ണ ബലൂണുകളും കുരുത്തോലകളും കൊണ്ട് അലങ്കരിച്ച സ്കൂളുകളുമായാണ് വരവേൽപ്പിന് സജ്ജമായത്. മുഖമിനുക്കുവാൻ വർണ്ണചിത്രങ്ങളും ചായക്കൂട്ടുകളും ഒരുക്കിയിരുന്നു. PTAയുടെ നേതൃത്വത്തിലാണ് വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയത്. ജില്ലയിൽ 30,000-ഓളം പേർ 1ാം ക്ലാസ്സിലെത്തുമെന്നാണ് പ്രാഥമിക കണക്ക്. 6ാം പ്രവൃത്തി ദിവസത്തിലെ കണക്കെടുപ്പിന് ശേഷമേ കൃത്യമായ എണ്ണം ലഭിക്കൂ. മെയ് ആദ്യവാരത്തിൽ തന്നെ ജില്ലയിലെ സ്കൂളുകളിൽ 1ാം ക്ലാസ് പ്രവേശനം തുടങ്ങിയിരുന്നു. ജൂൺ ആദ്യവാരം വരെ പ്രവേശന നടപടികൾ തുടരും. വിദ്യാർത്ഥികളെ ആകർഷിക്കുവാൻ സർക്കാർ എയ്ഡഡ് സ്കൂളുകളും പരസ്യ ബോർഡുകളുമായി ഇത്തവണ രംഗത്ത് വന്നു എന്നതാണ് സവിശേഷത. ബസ് സൌകര്യം, പാഠ്യപാഠ്യേതര നേട്ടങ്ങൾ എന്നിവ വ്യക്തമാക്കുന്ന ബോർഡുകളുമായാണ് അവരുടെ രംഗപ്രവേശം. പുതുതായി എത്തുന്നവരെ വരവേൽക്കുവാൻ ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ജില്ലാ ഉപജില്ലാ തലങ്ങളിൽ പ്രത്യേകം പ്രവേശനോത്സവങ്ങൾ നടന്നു. എളേറ്റിൽ GMUP സ്കൂളിലാണ് ജില്ലാതല പ്രവേശനോത്സവം നടന്നത്. രാവിലെ മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്തു. VM ഉമ്മർ മാസ്റ്റർ MLA അധ്യക്ഷം വഹിച്ചു. സാംസ്കാരിക ഘോഷയാത്രയും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം PTM ഷർഫുനിസ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. നവാഗതരെ സ്വീകരിക്കൽ, പഠന കിറ്റ് വിതരണം, സ്കൂൾ കുട്ടികളുടെ കലാപരിപാടികൾ, മധുര വിതരണം, മാജിക് ഷോ എന്നിവയും ഉണ്ടായിരുന്നു. സഹപാഠിക്കൊരു വീട് പദ്ധതിയിലൂടെ താക്കോൽദാനവും USS LSS സ്കോളർഷിപ്പ് ലഭിച്ചവരെ ആദരിക്കലും സൌജന്യ സ്കൂൾ യൂണിഫോം വിതരണവും നടന്നു. കൊയിലാണ്ടി നടുവത്തൂർ സൌത്ത് LP സ്കൂളിൽ ഇത്തവണ പുതുതായി എത്തിയത് ഒരു വിദ്യാർത്ഥി മാത്രം. 4ാം ക്ലാസ് വരെ അങ്ങനെ മൊത്തം കുട്ടികൾ 18. 4 ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് ഒരു അധ്യാപിക മാത്രം. 1934 ആരംഭിച്ച ഈ വിദ്യാലയം ഇപ്പോൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണ്. വിദ്യാർത്ഥികളോ അധ്യാപകരോ ഇല്ലാതെയാണ് കൊയിലാണ്ടി നടുവത്തൂർ സൌത്ത് LP സ്കൂൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നത്. 1934 ആരംഭിച്ചതാണ് ഈ സ്കൂൾ. നിലവിലുണ്ടായിരുന്ന പ്രധാനാധ്യാപകൻ മാർച്ചിൽ വിരമിച്ചതോടെ ഇപ്പോൾ 4 ക്ലാസുകൾ കൈകാര്യം ചെയ്യാൻ ഏകാധ്യാപിക മാത്രമാണ് ഉള്ളത്. പുതുവർഷത്തിൽ ഒരു കുട്ടി മാത്രമാണ് 1ാം ക്ലാസ്സിൽ എത്തിയത്. ആകെ കുട്ടികളുടെ എണ്ണം 18. 2ാം ക്ലാസ്സിൽ 10, 3ാം ക്ലാസ്സിൽ 3, 4ാം ക്ലാസ്സിൽ 5, 1ാം ക്ലാസ്സിൽ 1 എന്നീ ക്രമത്തിലാണ് അനുവാദം. സ്കൂൾ തുറന്നാൽ അധ്യാപകർ ഇല്ലാത്തത് കാരണം രക്ഷിതാക്കൾ മറ്റ് സ്കൂളുകളിലേക്കും TC വാങ്ങി പോകുവാൻ ഒരുങ്ങുകയാണ്. 87 വർഷമായി ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന നടുവത്തൂർ സൌത്ത് LP സ്കൂള് അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഹെഡ്മാസ്റ്റർ
റിട്ടയർഡ് ആയതോടുകൂടി ഇപ്പോൾ ഒരു ടീച്ചർ മാത്രമാണ് ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നത്. ആ ഒരു ടീച്ചറെ മറ്റ് നിയമനങ്ങൾ നടക്കാത്തതിന്റെ പ്രധാന കാരണം ഇവിടെ മാനേജ്മെന്റ് തമ്മിലുള്ള തർക്കത്തിന്റെ പ്രശ്നമാണ്. സ്കൂൾ നിലനിർത്താൻ സംരക്ഷണ സമിതി രൂപവൽക്കരിച്ചിട്ടുണ്ടെങ്കിലും 1ാം ക്ലാസ്സിലേക്ക് കൂടുതൽ കുട്ടികളെ എത്തിക്കാൻ ഇതുവരെ ശ്രമങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല. കീഴൂർ പഞ്ചായത്തും വിദ്യാഭ്യാസ വകുപ്പും അടിയന്തരമായി ഇടപെട്ടിട്ടില്ലെങ്കിൽ ഗ്രാമീണ മേഖലയിലെ ഈ വിദ്യാലയം വിസ്മൃതിയിലാകുമെന്ന് തീർച്ചയാണ്. രോഗങ്ങൾ സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ശേഖരിച്ചാൽ പകർച്ചവ്യാധികൾ പ്രതിരോധിക്കുന്നതിനും കൂടുതൽ മികച്ച ആരോഗ്യ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനും സാധിക്കുമെന്ന് ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ KP ഹുസൈൻ. ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് തിരക്കുകൾ തടസ്സമാവരുതെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ KP ഹുസൈൻ. ആരോഗ്യമേഖലയിൽ സംസ്ഥാനം ഏറെ മുന്നിലെത്തിയിട്ടുണ്ടെങ്കിലും രോഗങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ഏകോപിപ്പിക്കാൻ നമുക്ക് ഇനിയും സാധിച്ചിട്ടില്ലെന്ന് പ്രമുഖ വ്യവസായിയും ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ചെയർമാനുമായ ഡോക്ടർ KP ഹുസൈൻ പറഞ്ഞു. രോഗങ്ങൾ എവിടെ ഉത്ഭവിക്കുന്നു, എത്ര രോഗികളുണ്ട്, ഏതാണ് സീസൺ തുടങ്ങി രോഗം സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ശേഖരിച്ച് ഏകോപിപ്പിച്ചാൽ അവയുടെ നിയന്ത്രണം എളുപ്പമായിരിക്കും. വിവിധ ഫണ്ടുകൾ എളുപ്പം വാങ്ങിയെടുക്കാനും സാധിക്കും. അന്താരാഷ്ട്ര തലത്തിൽ മികച്ച IT വിദഗ്ധരായി ധാരാളം മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അവരെ സഹകരിപ്പിച്ച് വിവരശേഖരണത്തിനുള്ള സംവിധാനങ്ങൾ എളുപ്പം രൂപപ്പെടുത്താവുന്നതാണെന്നും ഡോക്ടർ KP ഹുസൈൻ പറഞ്ഞു. കോഴിക്കോട് പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ എല്ലാ ഹോസ്പിറ്റലും, ക്ലിനിക്ക്, ഹോസ്പിറ്റൽസ്, മെഡിക്കൽ സെന്റർ, ഡയഗ്നോസ് സെന്റർ എന്നെല്ലാം തന്നെ ഈ നമ്മളെ ഇപ്പോഴത്തെ IT സിസ്റ്റത്തോട് കൂടിയിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് നിർബന്ധപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മളുടെ ഈ കേരളത്തിൽ എത്ര ക്യാൻസർ രോഗിയുണ്ടായി, എത്ര ഡയബറ്റീസ് രോഗിയുണ്ടായി, ഇന്ന് നിലവിൽ എത്ര പേരുണ്ട്. ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കാൻ തിരക്കുകൾ തടസ്സമാകരുതെന്നും അങ്ങനെ പ്രവർത്തിക്കുന്നവർ ധാരാളമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കമാൽ വരദൂർ, KUWJ സംസ്ഥാന സെക്രട്ടറി വിനോദ് ചന്ദ്രൻ, ജില്ലാ ട്രഷറർ JS ഷനിൽ എന്നിവർ പങ്കെടുത്തു. പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് MP പ്രശാന്ത് ഉപഹാരം നൽകി. വികലാംഗ കോർപ്പറേഷൻ ഫണ്ടും MLA ഫണ്ടും ഉപയോഗിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പേർക്ക് സൌകര്യപ്രദമാകുന്ന രീതിയിൽ വികലാംഗർക്കുള്ള വാഹനങ്ങൾ വിതരണം ചെയ്യാനുള്ള ഉത്തരവ് പുറത്തിറങ്ങിക്കഴിഞ്ഞതായി സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ. ഇത് കൂടുതൽ പേർക്ക് ഉപകാരപ്രദമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 42 ലക്ഷം രൂപ ചിലവിൽ 66 പേർക്ക് മുച്ചക്ര സ്കൂട്ടർ വിതരണം ചെയ്യുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിയുള്ളവരുടെ ഉന്നമനം ലക്ഷ്യമാക്കി അവർക്ക് സ്വയം തൊഴിൽ ചെയ്ത് ജീവിതമാർഗം കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് അധിക വീൽ ഘടിപ്പിച്ച സ്കൂട്ടറുകൾ നൽകിയത്. ഇതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച ശേഷം ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് ഗ്രാമസഭകൾ അംഗീകരിച്ച ലിസ്റ്റ് പ്രകാരം 2014-15 സാമ്പത്തിക വർഷത്തിൽ 47 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് അധിക വീൽ ഘടിപ്പിച്ച സ്കൂട്ടറുകൾ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിച്ചു. മറ്റുള്ള പഞ്ചായത്തുകളിൽ നിന്നും വ്യത്യസ്തമായി വികസനത്തിനൊപ്പം തന്നെ ആരോഗ്യ സാമൂഹ്യ സുരക്ഷാ രംഗത്ത് കൂടുതൽ ഫണ്ട് കരുതുന്ന ജില്ലാ പഞ്ചായത്താണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തെന്നും വികലാംഗ കോർപ്പറേഷൻ ഫണ്ടും MLA ഫണ്ടും ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടിനൊപ്പം ചേർത്തുവച്ച് കൂടുതൽ പേർക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്യാനുള്ള ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചതായും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇപ്പോൾ 75 പേർക്കാണ് വാഹനം വിതരണം ചെയ്യുന്നത്. ഈ ഫണ്ട് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ 150ഓളം പേർക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇങ്ങനെ ജില്ലാ പഞ്ചായത്ത് ഇത് വിതരണം ചെയ്യുമ്പോൾ MLAയുടെ ഫണ്ടും അതിലേക്ക് വാങ്ങാം. ഞങ്ങളുടെ വികലാംഗ കോർപ്പറേഷന്റെ ഫണ്ടും കൂടി വാങ്ങിയിട്ട് 3ഉം കൂടി ചേർത്ത് ഒരുമിച്ച് നിങ്ങൾക്ക് വിതരണം ചെയ്യാം. അപ്പോൾ 75 എന്നുള്ളത് നിങ്ങൾക്ക് ഒരു 150എങ്കിലും വിതരണം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പുതിയ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച കാര്യവും ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അതും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. വാഹനങ്ങൾ ഉപജീവനത്തിനു മാത്രം ഉപയോഗിക്കണമെന്നും ദുരുപയോഗം ചെയ്യരുതെന്നും മന്ത്രി പറഞ്ഞു. 66 ഗുണഭോക്താക്കൾക്കാണ് വാഹനങ്ങൾ വിതരണം ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് R ശശി സ്വാഗതം പറഞ്ഞു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ TP സാറാമ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CVM നജ്മ ഗുണഭോക്താക്കളെ പരിചയപ്പെടുത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബിജു താന്നിക്കാക്കുഴി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG ജോർജ് മാസ്റ്റർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TK തങ്കമണി, ജില്ലാ പഞ്ചായത്ത് അംഗം VD ജോസഫ്, BP കുഞ്ഞികൃഷ്ണൻ, K ശങ്കരൻ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി M സലീം തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകളിൽ ഇടവേള.
Globus Fashion, celebrate you. Globus, a division of Grandmart Group of Companies. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ മെയ് 31 വരെ മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mine bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. സ്കൂൾ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഉൾപ്പെടുത്തി ഇത്തവണ കുണ്ടുങ്ങൽ ഗവൺമെന്റ് UP സ്കൂളിൽ ഒരു കൊച്ചു ഡോക്യു ഫിലിം എടുക്കും. പ്രധാനാധ്യാപകൻ PK സതീഷിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തനങ്ങൾ. പുതിയ അധ്യയന വർഷ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ഡോക്യു ഫിലിമിന്റെ ഉദ്ഘാടനവും നടന്നു. കുണ്ടുങ്ങൽ ഗവൺമെന്റ് UP സ്കൂളിന്റെ പ്രവേശനോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. വാർഡ് കൌൺസിലർ MT പത്മ ഉദ്ഘാടനം ചെയ്തു. മുമ്പൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ വരുമ്പോൾ നിലവിളിച്ചും ഉണ്ടാവില്ല, കറണ്ട് കൊണ്ട്, അതായത് വീട്ടിലെ അന്തരീക്ഷം മാറി സ്കൂളിലേക്ക് പോകുമ്പോഴോ എത്തുമ്പോഴോ അവരെല്ലാം നിലവിളിച്ചുണ്ടാകുന്ന പരാതി. സ്കൂൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അഭിനയിക്കുന്ന ഡോക്യു ഫിലിമിന്റെ ഉദ്ഘാടനം ഡോക്ടർ KS വാസുദേവൻ നിർവഹിച്ചു. AT അബ്ദുള്ള കോയ, CP ഹസൻ കോയ, AT അഹമ്മദ് കോയ, T ഗംഗാധരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് അബു റഹീം അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപകൻ PK സതീഷ് സ്വാഗതവും ജോയ്സ് മേരി നന്ദിയും പറഞ്ഞു. ജൂൺ 5 മുതൽ കേരള സംസ്ഥാന വിദേശ മദ്യ വ്യവസായ തൊഴിലാളി സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കും. സമരപ്രഖ്യാപന കൺവെൻഷൻ CITU സെൻട്രൽ INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ ഉദ്ഘാടനം ചെയ്തു. വിദേശ മദ്യ ഷോപ്പുകൾ അടച്ചുപൂട്ടാതിരിക്കുക എന്നതുൾപ്പെടെയുള്ള 10 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ജൂൺ 5 മുതൽ ബീവറേജ് കോർപ്പറേഷന്റെ മുഴുവൻ ജീവനക്കാരും ഷോപ്പുകളിലെ അബ്കാരി തൊഴിലാളികളും ലേബലിംഗ് തൊഴിലാളികളും കൺസ്യൂമർ ഫെഡിന്റെ വിദേശ മദ്യ ഷോപ്പുകളിലെ ജീവനക്കാരുമാണ് പണിമുടക്ക് ആരംഭിക്കുന്നത്. വിദേശ മദ്യ ഷോപ്പുകൾ അടച്ചുപൂട്ടാതിരിക്കുക, പൂട്ടിയ 52 ഷോപ്പുകൾ തുറന്നു പ്രവർത്തിപ്പിക്കുക, ലേബലിംഗ് തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക, ജീവനക്കാരെ അവരവരുടെ ലീൻ ഷോപ്പുകളിൽ തന്നെ നിയമിക്കുക, അന്യായമായ സ്ഥലമാറ്റങ്ങൾ റദ്ദു ചെയ്യുക, സ്റ്റാഫ് പാറ്റേൺ സ്പെഷ്യൽ റൂൾ നടപ്പിലാക്കുക, ക്ഷേമനിധി ബോർഡിന്റെ നിലനിൽപ്പ് ഉറപ്പാക്കുക, ഉപഭോക്താക്കൾക്ക് മദ്യ സംരക്ഷണവും സൌകര്യങ്ങളും ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന വിദേശ മദ്യ വ്യവസായ തൊഴിലാളി CITU, INTUC, AITUC, BMS സംയുക്ത സമരസമിതി അനിശ്ചിതകാല പണിമുടക്ക് നടത്തുന്നത്. പണിമുടക്കിന് മുന്നോടിയായാണ് കോഴിക്കോട് CITU സെന്ററിൽ വെച്ച സംയുക്ത സമരസമിതിയുടെ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി T ദാസൻ, INTUC വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി CK വിനോദ്, CITU വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി RS വരുൺ, വിദേശ മദ്യ തൊഴിലാളി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KV സതീശൻ, വിദേശ മദ്യ വ്യവസായ തൊഴിലാളി യൂണിയൻ CITU സംസ്ഥാന കമ്മിറ്റി അംഗം CK മണിലാൽ, യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി M മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. നിലവിലുള്ള ഷോപ്പുകൾ പൂട്ടിയാൽ ഹെഡ് ഓഫീസിലും ഗോഡൌണുകളിലും ഷോപ്പുകളിലും ജോലി ചെയ്തു വരുന്ന തൊഴിലാളികളുടെ ജോലി സംരക്ഷിക്കുന്നതിനെ സംബന്ധിച്ച യാതൊരു തീരുമാനവും സർക്കാർ എടുത്തിട്ടില്ലെന്ന് സംഘടന കുറ്റപ്പെടുത്തി. മലപ്പുറം നഗരസഭ ഇനി സൌജന്യ വൈഫൈ സേവനം ലഭ്യമാക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ നഗരസഭയായി മാറും. റെയിൽടെൽ കോർപ്പറേഷനുമായി സഹകരിച്ചാണ് സൌജന്യ വൈഫൈ പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ നഗരസഭാ പരിധിയിലെ മുഴുവൻ ആളുകൾക്കും സൌജന്യ വൈഫൈ സേവനം ഉപയോഗിക്കാനാകും. നഗരസഭാ പരിധിയിലെ 15 ഇടങ്ങളിലായി സ്ഥാപിക്കുന്ന വൈഫൈ ടവറുകളുടെ പണി പൂർത്തിയായിട്ടുണ്ട്. ജനോപകാരപ്രദമായ നിരവധി പദ്ധതികൾ വിജയകരമായി പൂർത്തിയാക്കിയ മലപ്പുറം നഗരസഭയുടെ ജനങ്ങൾക്കുള്ള സ്നേഹോപഹാരമാണ് സൌജന്യ വൈഫൈ സേവനം. നഗരസഭ കൈവരിച്ച പല നേട്ടങ്ങളുടെയും ഒരു അപ്പക്സ് ലെവൽ എന്നുള്ള നിലയിലുള്ള ഒരു പ്രോഗ്രാമാണ് ഇത്. ഉദ്ദേശിക്കുന്നത് മലപ്പുറം നഗരസഭയ്ക്കകത്ത് വരുന്ന ജനങ്ങൾക്ക്, പൗരന്മാർക്ക് നെറ്റ് സംവിധാനം കിട്ടുക എന്നുള്ളതാണ്, ഫ്രീ ആയിട്ട് കിട്ടുക എന്നുള്ളതാണ്. നഗരസഭാ പരിധിയിലെ മുഴുവൻ ജനങ്ങൾക്കും നഗരസഭ നൽകുന്ന യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് സൌജന്യ വൈഫൈ സേവനം ഉപയോഗിക്കാവുന്നതാണ്. റെയിൽടെൽ കോർപ്പറേഷനും മലപ്പുറം നഗരസഭയും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. എന്നാൽ ഉപയോഗത്തിന്റെ കാര്യത്തിൽ ചില നിയന്ത്രണങ്ങൾ കൂടി നഗരസഭ നടപ്പിലാക്കുന്നുണ്ട്. പ്രധാനമായും വിജ്ഞാന വിനോദ വ്യാപനത്തിനാണ് പദ്ധതി വഴി മുൻതൂക്കം നൽകുന്നത്. റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടാവും.
ഒരു ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈമിൽ പൂർണ്ണമായിട്ടും അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതിനുശേഷമുള്ളത് ഇതിന്റെ കൺട്രോൾ മൊത്തം മലപ്പുറം നഗരസഭ തന്നെയായിരിക്കും. ഇതിനു വേണ്ടി ഒരു ശൃംഖല ഉണ്ടാക്കുന്നുണ്ട്. ഒരു മലപ്പുറം നഗരസഭ, പോലീസ് സംവിധാനം, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം നടപ്പിലാക്കുന്നത്. മലപ്പുറം കോട്ടപ്പടിയിലാണ് പ്രധാന സെർവർ സ്ഥാപിച്ചിരിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതോടെ മലപ്പുറത്തുകാർക്ക് ഇനി മെഗാബൈറ്റിന്റെ മൂല്യമളക്കാതെ സൗജന്യ വൈഫൈ ഉപയോഗിച്ചു തുടങ്ങാം. 4 ദിവസമായി കോഴിക്കോട് നടന്നു വന്ന സീനിയർ ജേർണലിസ്റ്റ് ഫോറം സംസ്ഥാന സമ്മേളനം സമാപിച്ചു. മേയർ എ കെ പ്രേമജം ഉദ്ഘാടനം ചെയ്തു. വളച്ചൊടിച്ചാൽ വാർത്തകൾ അല്ലാതാകുമെന്ന് മേയർ പറഞ്ഞു. പത്രപ്രവർത്തനത്തിൽ വന്ന മാറ്റം പരിശോധന വിധേയമാക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. സീനിയർ ജേർണലിസ്റ്റ് ഫോറം 4ാം സംസ്ഥാന സമ്മേളനം സമാപിച്ചു. ടൗൺഹാളിൽ നടന്ന സമാപന സമ്മേളനം മേയർ എ കെ പ്രേമജം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾക്ക് പൊടിപ്പിലും തൊങ്ങലും ചേർക്കുന്നത് നല്ലതാണെന്ന ചിന്തയാണ് പുത്തൻ തലമുറ മാധ്യമപ്രവർത്തകർക്കെന്ന് മേയർ പറഞ്ഞു. ദിവസവും ഒന്നിലധികം പത്രം വായിക്കുന്നതിൽ നിന്നും ചാനലുകൾ കാണുന്നതിൽ നിന്നും മനസ്സിലായ കാര്യമാണിതെന്നും പത്രപ്രവർത്തനത്തിൽ വന്ന മാറ്റം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. സ്വാഗത സംഘം ചെയർമാൻ CM കൃഷ്ണപ്പണിക്കർ അധ്യക്ഷനായിരുന്നു. MK രാഘവൻ MP, BJP ദേശീയ നിർവാഹക സമിതി അംഗം PS ശ്രീധരൻപിള്ള, AK ശശീന്ദ്രൻ MLA, കൌൺസിലർ P കിഷൻചന്ദ്, INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ, CITU സംസ്ഥാന കമ്മിറ്റി അംഗം PT രാജൻ, തോമസ് ജേക്കബ്, SR ശക്തിധരൻ, CR രാമചന്ദ്രൻ, A മാധവൻ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ ഹരിദാസൻ പാലയിൽ സ്വാഗതവും അമ്പലപ്പള്ളി മാമുക്കോയ നന്ദിയും പറഞ്ഞു. CR രാമചന്ദ്രനെ പ്രസിഡന്റായും A മാധവനെ ജനറൽ സെക്രട്ടറിയായും യോഗം തെരഞ്ഞെടുത്തു. നിർധന കുടുംബത്തിലെ യുവതി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. ഏകമകളുടെ ജീവൻ രക്ഷിക്കാൻ പിതാവ് കിഡ്നി നൽകാൻ സന്നദ്ധനായിട്ടും പണമില്ലാത്തതിനാൽ ശസ്ത്രക്രിയ അനന്തമായി വൈകുകയാണ്. നിത്യവൃത്തിക്ക് തന്നെ വകയില്ലാതെ പ്രയാസപ്പെടുന്ന വള്ളിക്കുന്ന അരിയല്ലൂർ തോട്ടത്തിലകത്ത് അഷ്റഫാണ് തന്റെ ഏകമകൾ ഫസീലയുടെ ശസ്ത്രക്രിയ നടത്താൻ സുമനസ്സുകളുടെ സഹായം തേടുന്നത്. ഗ്രാമപഞ്ചായത്ത് നൽകിയ 4 സെന്റ് ഭൂമിയും ചെറിയ കുടിലുമാണ് പിതാവ് അഷ്റഫിന് സ്വന്തമായുള്ളത്. നിലവിൽ ആഴ്ചയിൽ 4 തവണ ഫസീലയെ ഡയാലിസിസിന് വിധേയയാക്കണം. കൂടാതെ മരുന്നിനും വൻതുക ചിലവ് വരുന്നുണ്ട്. 6 മാസത്തിനകം വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. പിതാവ് അഷ്റഫ് വൃക്ക നൽകാൻ തയ്യാറായെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഭീമൻ തുക കണ്ടെത്താൻ ഇതുവരെ ഈ കുടുംബത്തിന് സാധിച്ചിട്ടില്ല. ഫസീലയുടെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനായി നാട്ടുകാർ സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട്. വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രക്ഷാധികാരികളായ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു. കോർപ്പറേഷൻ ബാങ്കിന്റെ വള്ളിക്കുന്ന് ശാഖയിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. 1500101048 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സുമനസുകൾക്ക് സഹായം അയക്കാവുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ ഖാലിദ് അരിയല്ലൂർ, M കാരിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. വാർത്തകളിൽ മറ്റൊരിടവേള. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ മെയ് 31 വരെ മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. Globus Fashion celebrate you. Globus, a division of Grandmart Group of Companies. പ്രത്യേക ശ്രദ്ധയ്ക്ക് മദ്യപാനം, പുകവലി, കഞ്ചാവ്, മറ്റു ലഹരി പദാർത്ഥങ്ങൾ ശീലമാക്കിയവർ നിങ്ങളുടെ കുടുംബത്തിലോ അറിവിലോ ഉണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കാൻ ഇതാ ഒരവസരം. തികച്ചും ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കിയ ആയുർവേദ മരുന്ന് അറിഞ്ഞോ അറിയാതെയോ നൽകാം. ഡോക്ടർ മിഥുൻ എടത്തിൽ, മീഞ്ചന്ത, കോഴിക്കോട്. ഫോൺ 9895539920. മരുന്ന് തപാൽ വഴിയും ലഭ്യമാണ്. WHO, GMP, ISO 9001:2000, HACCP സർട്ടിഫൈഡ് മെഡിസിൻ. കൂടുതൽ ചികിത്സാ വിവരങ്ങൾക്കും ബുക്കിംഗിനും ബന്ധപ്പെടുക. ലഹരി ഉപയോഗം അത് കുടുംബ ബന്ധങ്ങളെയും സമൂഹത്തെയും നാടിനെയും നശിപ്പിക്കും. അതിൽ നിന്ന് ഇതാ ഒരു മോചനം. ഒരു നല്ല നാടിന്റെ ഉയർച്ചയ്ക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. വാർത്തകൾ തുടരുന്നു. LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ വാർഷിക സമ്മേളനം ടാഗോർ സെന്റിനറി ഹാളിൽ നടന്നു. ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് അമാനുള്ള ഖാൻ ഉദ്ഘാടനം ചെയ്തു. മലബാർ മേഖലയിലെ 26 യൂണിറ്റുകളിൽ നിന്നായി 250 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ 43ാം വാർഷിക സമ്മേളനം ആരംഭിച്ചു.
ടാഗോർ ഹാളിൽ നടന്ന പൊതുസമ്മേളനം ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് അമാനുള്ള ഖാൻ ഉദ്ഘാടനം ചെയ്തു. 40 വർഷത്തെ സേവനത്തിന് ശേഷം LICയിൽ നിന്ന് വിരമിച്ച AIIE വൈസ് പ്രസിഡന്റും സൌത്ത് സോണൽ ഇൻഷുറൻസ് എംപ്ലോയീസ് ഫെഡറേഷൻ പ്രസിഡന്റുമായ M. കുഞ്ഞികൃഷ്ണന് യാത്രയയപ്പ് നൽകി. CIT സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ, AIIE ജനറൽ സെക്രട്ടറി V. രമേശ്, ജോയിന്റ് സെക്രട്ടറി M. ഗിരിജ, കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് പ്രതിനിധി C. ശിവദാസൻ, FSCTO പ്രതിനിധി R. V. അബ്ദുള്ള, K. V. ജയരാജൻ, M. രാജു, C. രവീന്ദ്രനാഥൻ, C. അച്യുതൻ, രാമൻ വെല്ലൂർ, G. ആനന്ദ്, ബേബി ജോസഫ്, C. നാരായണൻ, A. അജയകുമാർ, M. മോഹനൻ, സുകുമാരൻ പുന്നശ്ശേരി, M. കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, മലപ്പുറം ജില്ലകളിലെ 26 യൂണിറ്റുകളിൽ നിന്നായി 250 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം AIIE ജനറൽ സെക്രട്ടറി V. രമേശ് ഉദ്ഘാടനം ചെയ്തു. LIC എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് IK ബിജു അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി PP കൃഷ്ണൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി MJ ശ്രീറാം നന്ദിയും പറഞ്ഞു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ NGO യൂണിയൻ ഹാളിൽ പ്രതിനിധി സമ്മേളനം നടക്കും. കേരളത്തിൽ വിദ്യാഭ്യാസ വിപ്ലവം നടന്ന സ്ഥലമാണ് മലബാർ എന്നും അതിന്റെ മഹത്വം ഉൾക്കൊള്ളാൻ എല്ലാവരും തയ്യാറാവണമെന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ M. അബ്ദുൽ സലാം ആക്സസ് ഇന്ത്യ ട്രെയിനർമാർക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 150 പേരിൽ 10 വർഷം പൂർത്തിയാക്കിയ 16 പേർക്കാണ് അവാർഡുകൾ നൽകിയത്. ആക്സസ് ഇന്ത്യ ട്രെയിനർമാർക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. 10 വർഷം പൂർത്തിയാക്കിയ 16 ട്രെയിനർമാർക്കാണ് ഹോട്ടൽ ഹൈസൺ ഹെറിറ്റേജിൽ നടന്ന ചടങ്ങിൽ അവാർഡുകൾ സമ്മാനിച്ചത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ M. അബ്ദുൽ സലാം അവാർഡുകൾ വിതരണം ചെയ്തു. യൂണിവേഴ്സിറ്റി ചെയ്യാത്ത കാര്യങ്ങളാണ് ആക്സസ് ചെയ്യുന്നതെന്നും കേരളത്തിലെ വിദ്യാഭ്യാസ വിപ്ലവം നടന്ന സ്ഥലമാണ് മലബാർ എന്നും അദ്ദേഹം പറഞ്ഞു. അടുത്തയിടെ നമ്മുടെ ഈ ഭാഗം തെളിയിച്ചു. എന്ത് തെളിയിച്ചു? കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഒരു വിദ്യാഭ്യാസ വിപ്ലവം നടക്കുന്ന ഒരു പ്രദേശമായി നമ്മുടെ ഈ മലബാർ റീജിയൻ മാറി. 150 പേരിൽ പരിശീലനം പൂർത്തിയാക്കിയ 16 പേരാണ് അവാർഡുകൾ സ്വീകരിച്ചത്. ഡോക്ടർ CH അഷ്റഫ്, നൂറുൽ അമീൻ മാസ്റ്റർ, ഡോക്ടർ MP അഷ്റഫ്, അസ്ലം പേരാമ്പ്ര, ഡോക്ടർ അബ്ദുൽ വഹാബ്, ഡോക്ടർ അനസ് നിലമ്പൂർ, അഡ്വക്കേറ്റ് AA റഹീം, അഡ്വക്കേറ്റ് KA അയൂബ്, PA റൌഫ്, മുജിബ് റഹ്മാൻ, ആസീസ് മാസ്റ്റർ, മുസ്തഫ കൊമേരി, റഷീദ് മാസ്റ്റർ, ഡോക്ടർ CP സുലൈമാൻ, പ്രൊഫസർ അനസ് എന്നിവർ അവാർഡുകൾ സ്വീകരിച്ചു. Advocate Ayyub Biko, Mr. C. Abdul Rauf, Mr. Mujib Rahman, Mr. Ajmal Ismail, Rashid Master, Anas MSc MPhil, Dr. Anas Nilam. ആക്സിസ് ഇന്ത്യ ഗ്രാജുവേഷൻ സ്വാഗത സംഘം ചെയർമാൻ റഷീദ് മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. MSS സംസ്ഥാന ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ മുഹമ്മദ് കോയ, MES കോഴിക്കോട് ജില്ലാ സെക്രട്ടറി PK അബ്ദുൽ ലത്തീഫ്, മുസ്തഫ കൊമേരി, അസ്ലം പേരാമ്പ്ര എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ ആനക്കുളത്ത് പണി കഴിപ്പിച്ച സാംസ്കാരിക നിലയം MT വാസുദേവൻ നായർ നാടിന് സമർപ്പിച്ചു. നഗരവികസനം എന്നത് ഏറ്റവും വലിയ വ്യാപാര സ്ഥാപനങ്ങളും ഷോപ്പിംഗ് മാളുകളും മാത്രമല്ലെന്നും സാംസ്കാരിക സമുച്ചയങ്ങളും ആവശ്യമാണെന്നും MT പറഞ്ഞു. മേയർ AK പ്രേമജം അധ്യക്ഷം വഹിച്ചു. നഗരസഭ ആനക്കുളത്ത് പണിത സാംസ്കാരിക നിലയം ഉത്സവാന്തരീക്ഷത്തിൽ MT വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്തു. താളവാദ്യങ്ങളുടെ അകമ്പടിയോടെയാണ് MTയെ ആനക്കുളത്തേക്ക് ആനയിച്ചത്. നഗരവളർച്ചയെന്നാൽ വലിയ മാളുകളും അനേകമനേകം വലിയ കെട്ടിടങ്ങളുമൊക്കെയായി മഹാസൗധങ്ങളുടെ വളർച്ചയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സാംസ്കാരിക വികാസമാണ് നഗരവളർച്ച. അതിനുള്ള സംവിധാനങ്ങളിലൊന്നാണ് സാംസ്കാരിക നിലയം. സമാധാനത്തിന്റെ സംസ്കാരം നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടുവെന്നും അതിനു പരിഹാരമായി നമുക്ക് ചെയ്യാനാവുന്നത് സാംസ്കാരികമായ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്ന ചിലത് ഉണ്ടാക്കി തീർക്കുകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്രത്തിലൊരുക്കിയ ആംഫി തിയേറ്റർ, നാടക റിഹേഴ്സൽ സെന്റർ, ട്രെയിനിംഗ് സെന്റർ എന്നിവയുടെ ഉദ്ഘാടനം A. പ്രദീപ് കുമാർ MLAയും കൂത്തുപുരയുടെ ഉദ്ഘാടനം പുരുഷൻ കടലുണ്ടി MLAയും നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് ഉപഹാര സമർപ്പണം നടത്തി. മേയർ AK പ്രേമജം അധ്യക്ഷം വഹിച്ചു. മുൻ മേയർമാരായ CJ റോബിൻ, MM പത്മാവതി, സ്ഥിരം സമിതി ചെയർപേഴ്സൺ അനിത രാജൻ, M. രാധാകൃഷ്ണൻ, ജാനമ്മ കുഞ്ഞുണ്ണി, TV ബാലൻ, PT ആസാദ്, CP ഹമീദ്, എഞ്ചിനീയർ ജിത്തു, M. മോഹനൻ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് അബ്ദുൽ നാസറിന്റെ ഗസലുമുണ്ടായിരുന്നു. പഴയ കുളം നികത്തിയ സ്ഥലത്ത് സാംസ്കാരിക കേന്ദ്രം പണിയാൻ 2006 തീരുമാനിച്ചത്. 5 കോടി രൂപ ചിലവിൽ മൊത്തം 20,000 ചതുരശ്ര അടിയിലാണ് കെട്ടിടം പണി കഴിപ്പിച്ചത്.
സ്ഥലം MLA കൂടിയായ മന്ത്രി MK മുനീറിനെ ചടങ്ങിൽ വിളിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ആനക്കുളം സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചു. MP വീരേന്ദ്രകുമാർ, MK രാഘവൻ MP, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാക്കൾ തുടങ്ങിയവരടക്കമുള്ളവരുടെ പേര് പരിപാടിയിൽ ഉൾപ്പെടുത്തിയെങ്കിലും മുനീർ ഇല്ലാത്തതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. വിദ്യാഭ്യാസം എല്ലാവരുടെയും അവകാശമാണ്. ഈ അവകാശം പ്രാവർത്തികമാവണമെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജമാവണം. പതിവ് പോലെ നിരവധി സംഘടനകളാണ് കുട്ടികൾക്ക് പുസ്തകങ്ങളും ബാഗുകളും ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ സൗജന്യമായി നൽകിയത്. അതേക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം. തമ്പി റോഡ് പൌരസമിതിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ ബുക്ക് വിതരണവും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരവും നൽകി. തമ്പി റോഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ 49 ഡിവിഷൻ കൌൺസിലർ P. ദേവരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. മാറാട് അഡീഷണൽ സബ് ഇൻസ്പെക്ടർ അമീർ അലിഖാൻ മുഖ്യാതിഥിയായിരുന്നു. TV ഷൺമുഖൻ അധ്യക്ഷം വഹിച്ചു. വാസുദേവൻ പനോളി, P. രാമചന്ദ്രൻ, P. ജനാർദ്ദനൻ, P. സുരേഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. യുവമോർച്ച പള്ളിയർക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പുസ്തക വിതരണം സംഘടിപ്പിച്ചു. P. ഷിനു അധ്യക്ഷം വഹിച്ച ചടങ്ങ് P. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. T. സതീഷ്, K. ലിനീഷ്, രാഹുൽ ലാൽ, NV അതുൽലാൽ എന്നിവർ സംബന്ധിച്ചു. ബേപ്പൂർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ LKG മുതൽ +2 വരെയുള്ള കരയോഗ മെമ്പർമാരുടെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. യോഗത്തിൽ കരയോഗം സെക്രട്ടറി V. സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് K. ശശിധരൻ അധ്യക്ഷം വഹിച്ചു. യൂണിയൻ പ്രതിനിധി V. ജയപ്രകാശൻ, ട്രഷറർ K. അരവിന്ദാക്ഷൻ നായർ, AK. വിനോദ് കുമാർ, TP വേണുഗോപാലൻ, KC മുരളി, KP ശ്രീകുമാർ, ഗിരിജ മുരളി, സുമ അരവിന്ദ്, രുക്മിണി R. നായർ, AK. സന്തോഷ് കുമാർ, KC മുരളി എന്നിവർ സംസാരിച്ചു. ദിശാമാത്തോടത്തിന്റെ ആഭിമുഖ്യത്തിൽ SSLCയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികളെ അനുമോദിക്കലും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. ദിശ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ KP അബ്ദുൾ റസാഖ് അധ്യക്ഷം വഹിച്ചു. വിം സൂപ്രണ്ട് ഡോക്ടർ മെഹ്റൂഫ് രാജ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർമാരായ T. ഹസൻ, KK സൈഫുനീസ, മാത്തോട്ടം LP സ്കൂൾ പ്രധാനാധ്യാപിക ശ്രീദേവി, ഡോക്ടർ അബ്ദുൾ മുജീബ്, ദിശ സെക്രട്ടറി ഫിറോസ് അലി, ജാബിർ എന്നിവർ സംസാരിച്ചു. തഹിലിയ, ആദിൽ യൂസഫ്, ആദർശ്, ഹസീന സുബേദ, ഫർസാന, മുഹമ്മദ് സാലിഹ് എന്നിവർക്കാണ് ഉപഹാരങ്ങൾ നൽകിയത്. മാത്തോട്ടം സ്കാഷിന്റെ ആഭിമുഖ്യത്തിൽ 110 വിദ്യാർത്ഥികൾക്ക് നോട്ട് പുസ്തകങ്ങൾ, സ്കൂൾ ബാഗ്, കുട എന്നിവ വിതരണം ചെയ്തു. സ്കോഷ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് KK മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി AV റഷീദ് അലി സ്വാഗതം പറഞ്ഞു. KV സുഭാഷ് ചന്ദ്രബോസ്, K. അബ്ദുൾ ലത്തീഫ്, വിനോദ് അമ്പാളി, K. ഹാരിസ്, സജീദ് റഹ്മാൻ P, അബ്ദുൾ റഷീദ്, E. നാഫിൽ എന്നിവർ സംസാരിച്ചു. ഇനി ക്ഷേത്രവിശേഷങ്ങൾ. ബേപ്പൂർ തറയിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. തന്ത്രി പാലക്കൊളില്ലത്ത് മോഹനൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാദിന കർമ്മങ്ങൾ നടന്നത്. പുലർച്ചെ മഹാഗണപതി ഹോമത്തോടെ പരിപാടികൾ ആരംഭിച്ചു. തുടർന്ന് ഗുരു, സുബ്രഹ്മണ്യൻ, നാഗദേവത, ഗുളികൻ എന്നീ ദേവതകൾക്കും പൂജകൾ നടന്നു. വൈകിട്ട് ഭഗവതി സേവ, ഗുരുതി, നാഗപൂജ എന്നിവയുമുണ്ടായിരുന്നു. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി അന്നദാനവും നടന്നു. ക്ഷേത്രകർമ്മി ഭരതൻ തറയിൽ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് T. അശോകൻ, സെക്രട്ടറി ബബീഷ് T, ട്രഷറർ നിബിൻ T എന്നിവർ പ്രതിഷ്ഠാദിന പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കളിചിരികൾ പിന്നിട്ട അവധിക്കാലം കഴിഞ്ഞ് കുരുന്നുകൾ അക്ഷരമുറ്റത്തെത്തി. പ്രവേശനോത്സവത്തോടെ കുരുന്നുകളെ സ്വീകരിച്ചു. ജൂൺ 5 മുതൽ കേരള സംസ്ഥാന വിദേശ മദ്യ വ്യവസായ തൊഴിലാളി സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കും. വികലാംഗ കോർപ്പറേഷൻ ഫണ്ടും MLA ഫണ്ടും ഉപയോഗിച്ച് കൂടുതൽ പേർക്ക് സൌകര്യപ്രദമാകുന്ന രീതിയിലുള്ള വികലാംഗ വാഹനങ്ങൾ വിതരണം ചെയ്യാനുള്ള ഉത്തരവ് പുറത്തിറങ്ങിയതായി സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Celebrate the beauty of life. വരൂ, നിങ്ങളുടെ സെലിബ്രിറ്റിയെ കണ്ടെത്തൂ. ഗ്ലോബസ് ഫാഷൻ സെലിബ്രേറ്റ് യു.